അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലാണെങ്കിലും എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗൂഗിളിൽ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കണമെങ്കിൽ വാട്സപ്പിൽ കയറണം. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുവാണെങ്കിൽ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അക്കൗണ്ട് അല്ല എടുക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം നമുക്കിവിടെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒൺലി വെൻ സ്ക്രീൻ ഓൺ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും നമുക്ക് പുറമേ നിന്നുകൊണ്ട് തന്നെ വാട്സപ്പിൽ കയറാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് കാണുന്നവരാണ്, കുറേ സ്റ്റാറ്റസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾ മാത്രം, നമ്മളെ കോൺടാക്റ്റിലുള്ള ആൾ മാത്രം കാണണം. അപ്പോൾ ഇത് നമ്മളുടെ വാട്സപ്പിൽ പറ്റില്ല എന്നാണ് നിങ്ങളുടെ ചിന്ത. പക്ഷേ നമ്മളുടെ വാട്സപ്പിൽ പറ്റുന്നതായിരിക്കും. അങ്ങനെ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ GB പോലുള്ള വാട്സപ്പ്, അതിലാണെങ്കിൽ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യാം, വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താക്കാൻ പറ്റും, നമുക്ക് ഡിലീറ്റ് എവരി വൺ കൊടുത്ത മെസ്സേജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണുന്നതായിരിക്കും. അങ്ങനത്തെ പല ഫീച്ചറും വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി വാട്സപ്പ് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഉപയോഗിക്കുന്നത് ഏകദേശം തെറ്റായ കാര്യമാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. സെക്യൂരിറ്റി ഇഷ്യൂസുകൾ കൂടുതലായിട്ടും പ്രശ്നം വരുത്തും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ള സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്കിവിടെ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. മേലെ പ്രൈവസി കാണാൻ സാധിക്കും. പ്രൈവസി ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റസ് മൈ കോൺടാക്റ്റ് എന്ന്. ഞാൻ മൈ കോൺടാക്റ്റ് ആണ് ആക്കി വെച്ചേക്കുന്ന സ്റ്റാറ്റസ്. ഞാൻ ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ ഓൺ എന്താ പറയുക ഓൺലി ഷെയർ വിത്ത് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിങ്ങനെ നമ്മളെ സ്റ്റാറ്റസ് കാണുന്ന എല്ലാവർക്കും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാറ്റസ് കാണുന്ന എല്ലാവർക്കും ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളുടെ സ്റ്റാറ്റസ് ആരും കാണണ്ട എന്ന് വിചാരിച്ച് എന്താക്കും, അവരെ ടിക്ക് മാത്രം നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അയക്കുന്ന സ്റ്റാറ്റസ് ഒന്നും മറ്റുള്ളവർക്ക് പോകുന്നതായിരിക്കില്ല. അപ്പോൾ ഇതെന്തായാലും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പുകൾ, എനിക്കിപ്പോൾ കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് ഈ ഗ്രൂപ്പുകളിൽ ഞാൻ ചില ഗ്രൂപ്പുകളൊന്നും നോക്കാറില്ല. മെസ്സേജ് വന്നാൽ തന്നെ ഞാൻ നോക്കാറില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഈ മെസ്സേജൊക്കെ നമുക്കൊന്ന് ഇതാക്കി വെക്കണം, ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കണം, നമ്മൾ ശല്യപ്പെടുത്താതിരിക്കണം. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്തു. ഈ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴേക്ക് ഒരു ആരോ മാർക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഗ്രൂപ്പ് കാണുന്നില്ല. ഇതെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ആദ്യമൊക്കെ ഇത് നമ്മളിത് താഴെ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മേലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുക ആർക്കൈവ് ഇടുന്ന്. നമ്മൾ എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് മേലേക്ക് ആക്കുക. ആ ഗ്രൂപ്പ് വീണ്ടും നമുക്കിവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ട്രിക്കും കൂടിയാണ്. പിന്നെ അടുത്ത നമ്മുടെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യണം. ഞാനത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ട്രിക്ക്. ഇതൊരു സ്പെഷ്യൽ ട്രിക്കാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ലിങ്ക്ഡ് ഡെവിസ് എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പെർമിഷൻ ഒക്കെ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്, ഇമ്പോർട്ടൻ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും മൾട്ടി ഡെവിസ് ഡാറ്റ ബീറ്റ എന്നൊക്കെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ജോയിൻ ബീറ്റ വെർഷൻ എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ലിങ്ക് ഡെവിസ് ഒന്ന് ഇതാക്കാം. ഈ ലിങ്ക് ഡെവിസ് നമ്മൾ യൂസ് പാസ്വേഡ് ഒക്കെ കാണാൻ ആക്കും. അപ്പോൾ നിങ്ങൾ എന്താക്കും, ഈ വാട്സപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് മറ്റൊരു ഡിവൈസിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഒരിക്കലും കൊടുക്കാതിരിക്കുക. കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഇതിലൊക്കെ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്നതാണ്.